ചിഹ്നമായി ഓട്ടോറിക്ഷ നേടിയെടുക്കാൻ ജോസഫ് ഗ്രൂപ്പ്. ഇക്കാര്യം ആവശ്യപ്പെടാനാണ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. ഓട്ടോറിക്ഷ വേഗത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ചിഹ്നമാണ് എന്നാണ് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് മനസ്സിലാക്കിയതെന്ന് പാർട്ടി ചെയർമാൻ പി ജോസഫ് പറഞ്ഞു. എന്തായാലും ഓട്ടോ ചിഹ്നം തന്നെ ഉറപ്പിക്കുക എന്ന തീരുമാനമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. പി ജെ ജോസഫ് ഇത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഓട്ടോ വളരെ പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിക്കുന്ന, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചിഹ്നമാണ് എന്ന് അവർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഓട്ടോ ചിഹ്നത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചത്. നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു കിട്ടും. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് തവണ മത്സരിച്ച ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഉള്ള നിർദ്ദേശം. ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും. അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അവർക്ക് ട്രാക്ടർ ചിഹ്നം പ്രത്യേകമായി അപേക്ഷിച്ചിട്ടാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയത്. ഒരു സ്ഥിരം ചിഹ്നം ഇല്ലായ്മ അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരുന്നു. എതിർ ക്യാമ്പായ ജോസ് കെ മാണി വിഭാഗം ഇത് വലിയ ആയുധമാക്കുകയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ടിലെയാണ് ജനങ്ങൾക്കെല്ലാം പരിചിതമായ ചിഹ്നം എന്നതായിരുന്നു അവരുടെ പ്രചരണം. അതുകൊണ്ട് തന്നെ വലിയ വോട്ട് ആ നിലയിൽ വീഴുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വെറും പ്രചാരണവും പ്രതീക്ഷയും മാത്രമായിരുന്നു എന്നാണ് ജോസഫ് വിഭാഗം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിര ചിഹ്നം ഉണ്ടാകുക, അത് രണ്ടിലെ കവച്ചു വെക്കാൻ ഒരു സ്ഥിര ചിഹ്നം, അതും സാധാരണക്കാരുടെ വാഹനം എന്ന നിലയിൽ ഓട്ടോ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്നും അവർ കരുതുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് ചിഹ്നം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ജോസഫ് വിഭാഗം. സ്വർണം വെള്ളി